ലോകം മുഴുവനും ഡിജിറ്റലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് ഔട്ട് ഓഫ് ഹോം മീഡിയയുടെ ഡിജിറ്റലൈസേഷൻ്റെ പ്രസക്തി? ഓക്കെ, ഒരു ടെക്നോളജി അഡാപ്റ്റേഷൻ എന്ന രീതിയിൽ ഡിജിറ്റലൈസേഷന് തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട്. കാരണം ഒറ്റ നോട്ടത്തിൽ അതൊരു ഗ്രീനർ മീഡിയ ആയിട്ട് നമുക്ക് തോന്നും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേകൾ മാറ്റണ്ട, കാരണം അത് ഡിസ്പ്ലേകളെല്ലാം നിങ്ങൾക്ക് പുഷ് ചെയ്യാം, ഇലക്ട്രോണിക്കായിട്ട് പുഷ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിലൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. കൂടാണ്ട് അതിനും പവർ എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിയുടെ ഒരു ചാർജ് ഹ്യൂജായിട്ട് എപ്പോഴും വരുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു വാല്യൂ കിട്ടുന്ന സ്ഥലത്ത് ആ ഒരു ഡിജിറ്റലൈസേഷൻ വന്നിട്ടേ കാര്യമുള്ളൂ. കാരണം ഇപ്പോൾ ബോംബെ മാതിരിയുള്ളൊരു മാർക്കറ്റിൻ്റെ റേറ്റ് ഒരിക്കലും കേരളം മാതിരിയുള്ളൊരു മാർക്കറ്റ് കിട്ടില്ല. ഈ ഔട്ട്ഡോർ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പാരലൽ റിയൽ എസ്റ്റേറ്റുമായിട്ട് കണക്കാക്കാം. കാരണം ഒരു റിയൽ എസ്റ്റേറ്റിൽ നമുക്കറിയാം, ഒരു പ്രധാനപ്പെട്ട റോഡിൽ പ്രധാനപ്പെട്ട നിരത്തിൽ ആ ജംഗ്ഷനിലുള്ള സ്ഥലത്തിൻ്റെ വിലയല്ല ആ ജംഗ്ഷനിൽ നിന്ന് ചിലപ്പോൾ ഒരു 500 മീറ്റർ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് 4 വിലയ്ക്കോ 5 വിലയ്ക്കോ നിങ്ങൾക്ക് കിട്ടും. എന്ന മാതിരി തന്നെയാണ് ഔട്ട്ഡോർ. അപ്പോൾ ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരേണ്ടത് അത്ര ഹൈ വാല്യൂ പോയിൻറ്റ്സിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റലൈസേഷൻ ഇതിനെ മൊത്തം ഡിജിറ്റലൈസ് ആക്കാമെന്ന് പറയുന്നത് തെറ്റായൊരു ധാരണയാണ്.